ഹായ് മക്കളെ, നമ്മളെ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും മികച്ച റിസൾട്ട് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും മികച്ച ഫീഡ്ബാക്കുകളും മെസ്സേജുകളും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷം തന്നെയുണ്ട്. ഇനി ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ മക്കളുടെയും അടുത്ത ഏറ്റവും വലിയ ചോദ്യമാണ്, വലിയ സംശയമാണ്, സർ സയൻസ് എടുക്കാൻ എത്ര A+കളാണ് ഞങ്ങൾക്ക് വേണ്ടത്? എത്ര A+കൾ ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് സയൻസ് എന്ന് പറയുന്ന വിഷയം ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്ന ചോദ്യം. സോ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിലുള്ള ഉത്തരം പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, സയൻസ് എടുക്കാൻ എത്ര A+ വേണം? ആ സയൻസ് എടുക്കാനുള്ള തീരുമാനം അത് നിങ്ങളുടേത് തന്നെയാണ്. ആ സയൻസ് എടുക്കാനുള്ള തീരുമാനം അത് നിങ്ങളുടേത് തന്നെ ആയിരിക്കണം. ഒരിക്കലും നിങ്ങളുടെ പാരൻസ് പറഞ്ഞതുകൊണ്ടോ, കസിൻസ് പറഞ്ഞതുകൊണ്ടോ, ഫ്രണ്ട്സ് സയൻസ് എടുക്കുന്നത് കൊണ്ടോ നിങ്ങൾ ആരും പോയി സയൻസ് എടുക്കരുത്. അത് നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കണം. കാരണം നിങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള 2 വർഷം കൃത്യമായി ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിക്കാൻ പോകുന്നത്. പിന്നെ അത്തരമൊരു ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ച ഡിസിഷനായി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തൊരു കാര്യം, ഈ സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഈ 10A+ ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സയൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ 9A+ ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സയൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന തോന്നൽ പലർക്കും ഉണ്ട്. ആ തോന്നൽ ആദ്യം തന്നെ എടുത്തു മാറ്റി വെക്കുക. അതുമാത്രമല്ല, സയൻസിന് നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള മാനദണ്ഡം എന്ന കാര്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക. സോ അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ തുടങ്ങാം. ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങളിൽ പലർക്കും 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്കുകളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? സ്കൗട്ട്, ഗൈഡ്, റെഡ് ക്രോസ്, SPC തുടങ്ങിയ പല കാര്യങ്ങളിലും അഡീഷണൽ ആക്ടിവിറ്റീസ് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഗ്രേസ് മാർക്കുകളെല്ലാം ഇവിടെ സയൻസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ട് നിൽക്കും. അതിനപ്പുറം 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ കുറേ ക്ലബ്ബിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ലേ? സയൻസ് ക്ലബ്ബ്, സോഷ്യൽ, മാത്സ് തുടങ്ങിയ ക്ലബ്ബുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. സോ അതും നിങ്ങൾക്ക് സയൻസ് എടുക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ ഹയർ സെക്കൻഡറിക്ക് +1 സയൻസ് ഓപ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ലഭിക്കുക. അതായത് മറ്റുള്ള സ്കൂളുകളിൽ 10ാം ക്ലാസ് പഠിച്ച മക്കൾ ഇവിടെ വന്ന് സയൻസ് പഠിക്കുന്ന സാഹചര്യത്തിൽ ആ സ്കൂളിൽ തന്നെ പഠിച്ച മക്കളായി നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ലഭിക്കാൻ പോകുന്നത്. ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയുക. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന A+കളുടെ എണ്ണത്തിലോട്ട് തന്നെ വരാം. ആ A+കളുടെ എണ്ണത്തിൽ തീർച്ചയായും പ്രാധാന്യമുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ബയോളജി സയൻസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കോർ സബ്ജക്റ്റുകളായ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളുടെ A+ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സോ സിമിലർ വേ CS എടുക്കുകയാണെങ്കിലും ഈ പറയുന്ന കോർ സബ്ജക്റ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, അതിൻ്റെ A+കൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ ഫുൾ A+, 9A+, 8A+ മാത്രം കിട്ടിയ മക്കൾക്ക് മാത്രമല്ല സയൻസ് എന്ന് പറയുന്ന വിഷയം ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുക. കാരണം നമ്മുടെ കേരളത്തിൽ അത്രത്തോളം തന്നെ സയൻസിന് +1 സീറ്റുകളുണ്ട് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. അതായത് ഫസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് വരും, അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ചിലപ്പോൾ അത് രണ്ടിലും നിങ്ങൾക്ക് A+ എണ്ണം കുറവാണെങ്കിൽ ചിലപ്പോൾ സീറ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം സെക്കൻഡും തേർഡും ഒക്കെ അലോട്ട്മെന്റുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. സോ മാക്സിമം അലോട്ട്മെന്റുകൾക്ക് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സയൻസിന് നിങ്ങൾക്ക് എന്തായാലും സീറ്റ് കിട്ടിയിരിക്കും. ഒരു ടെൻഷനും വേണ്ട മക്കളെ, കോൺഫിഡൻ്റ് ആയിരിക്കുക. പിന്നെ A+കളുടെ എണ്ണം ഒന്നും ആലോചിച്ചാൽ നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ A+കളുടെ പകുതിയോളം വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ വർഷം A+കൾ, ഫുൾ A+കൾ ലഭിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം 60,000 മക്കൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഇത്തവണ അത് 30,000-ലോട്ട് മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. സോ പാരൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് പാരൻസിന് കൂടി ഇതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. A+കളുടെ എണ്ണത്തിൽ മാത്രം അടിസ്ഥാനമാക്കി ഒരിക്കലും ഒരു പാരന്റും ഒരു കുട്ടിയെയും മോശക്കാരാക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കഴിഞ്ഞ 1 വർഷം ഇട്ട എഫേർട്ടിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിട്ട കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതിൽ നിങ്ങൾ എല്ലാവരും അഭിമാനിക്കുക. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടും. ഒരു ടെൻഷനും വേണ്ട. ഇനി സയൻസ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത്, അവിടെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമോ അതോ ബയോളജി സയൻസ് എടുക്കണമോ എന്ന ടെൻഷനും കൺഫ്യൂഷനും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ കൺഫ്യൂഷൻസും മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഈ വരുന്ന 19-ാം തീയതി സൈലം ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ആ വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി സാധിക്കും. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു QR കോഡ് കാണാൻ സാധിക്കുന്നു. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക, ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.